ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി. ജലജീവൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്ത സാഹചര്യം ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഝാർഖണ്ഡ് നിയമസഭയിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. കേരളത്തിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കോപ്പ അമേരിക്ക യൂറോ കപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിനായി യാത്ര തിരിച്ചു. മോസ്കോയിലെത്തുന്ന അദ്ദേഹം 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിലെ ഇന്ത്യ റഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറെ മുന്നേറിയെന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയും റഷ്യയും പങ്കുവയ്ക്കുന്ന കാഴ്ചപ്പാടുകളെയും ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതിയെയും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. റഷ്യയിലെ ഊർജ്ജസ്വലരായ ഇന്ത്യൻ സമൂഹത്തെ നേരിൽ കാണാനുള്ള അവസരം കൂടിയാണ് സന്ദർശനമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹുസ്വരത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന ഓസ്ട്രിയ ഇന്ത്യയുടെ വിശ്വസ്ത പങ്കാളി കൂടിയാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. 40 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ഡെർ ബെലനുമായും ഓസ്ട്രിയ ചാൻസലർ കാൾ നെഹമറുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രിയയിലെ ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജലജീവൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്ത സാഹചര്യം സംബന്ധിച്ച ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് അനൂപ് ജേക്കബാണ് വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. ജലജീവൻ മിഷൻ നിശ്ചലമാകുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളതെന്ന് അനൂപ് ജേക്കബ് ആരോപിച്ചു. ശുദ്ധജലം ലഭിക്കാത്തതിനാൽ നിരവധി രോഗങ്ങൾ ഉണ്ടാകുന്നു. 6 ലക്ഷം പുതിയ കണക്ഷൻ ലഭിച്ചവർക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. കൃത്യമായ സർവേ നടത്താതെയാണ് സംസ്ഥാന സർക്കാർ ജലജീവൻ പദ്ധതി സമർപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. പദ്ധതിക്ക് വേണ്ടി സർക്കാർ ഒരു മുന്നൊരുക്കവും നടത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജലജീവൻ പദ്ധതിയിലൂടെ 3.5 വർഷത്തിനിടെ 19.5 ലക്ഷം കണക്ഷൻ നൽകിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടിയായി പറഞ്ഞു. 2019 മുതൽ 2024 വരെ 9,730 കോടി രൂപ പദ്ധതിക്കായി ചെലവഴിച്ചു. കേന്ദ്രവിഹിതം കൃത്യമായി വിനിയോഗിച്ചതായും അദ്ദേഹം പറഞ്ഞു. എല്ലാ കുടുംബങ്ങളിലും വെള്ളം എത്തിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമം ഒരിക്കലും പാഴാകില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികളും നിയമ നടപടികളും സ്വീകരിച്ചു വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2016 മുതൽ 2024 മെയ് 31 വരെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിന്റെ പേരിൽ 108 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. മാഫിയ ബന്ധം, അഴിമതി, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഏറ്റവും നല്ല ക്രമസമാധാന നിലയുള്ള അന്വേഷണ മികവുള്ള സംസ്ഥാനമായി കേരളത്തെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. സൈബർ പോലീസ് വിഭാഗം ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഝാർഖണ്ഡ് നിയമസഭയിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. ഇത് സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സഭയിൽ അവതരിപ്പിച്ചു. പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കായി 1 മണിക്കൂർ സമയമാണ് സ്പീക്കർ അനുവദിച്ചിരിക്കുന്നത്. തുടർന്ന് വോട്ടെടുപ്പ് ആരംഭിക്കും. 81 അംഗ നിയമസഭയിൽ 39 പേരുടെ പിന്തുണയാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ ഹേമന്ത് സോറന് വേണ്ടത്. 46 അംഗങ്ങളുടെ പിന്തുണയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഇഡി കേസിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് ഈ മാസം 4-നാണ് ഹേമന്ത് സോറൻ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷമായിരിക്കും മറ്റു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരീക്ഷ വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ഡി.വൈ. ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ ജെ.ബി. പർദിവാല,
മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് 26 ഹർജികളിൽ വാദം കേൾക്കും. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. വിഷയത്തിൽ കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. നീറ്റ് യുജി പരീക്ഷ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ലെന്നും പുതിയ പരീക്ഷ ലക്ഷക്കണക്കിന് മത്സരാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ദേശാടന പക്ഷികളിൽ നിന്നും വൈറസ് പടർന്നിരിക്കാമെന്നാണ് സംഘത്തിന്റെ കണ്ടെത്തൽ. അസുഖം ബാധിച്ച പക്ഷികളുടെ വിൽപ്പനയിലൂടെയും രോഗബാധയുള്ള പക്ഷികളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയതുമൂലവും വൈറസ് പടർന്നിരിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വനങ്ങളിൽ പാർക്കുന്ന വൈറസ് സാന്നിധ്യമുള്ള പക്ഷികളിൽ നിന്നും നാട്ടിലെ താറാവുകളിലേക്കും മറ്റ് കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലേക്കും വൈറസ് പടർന്നിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷിപ്പനി പ്രതിരോധത്തിനും നിയന്ത്രണത്തിനും 2021 ദേശീയ കർമ്മ പദ്ധതി കർശനമായി പാലിക്കണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചു. മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധരെയും വെറ്ററിനറി സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരെയും ഉൾപ്പെടുത്തിയാണ് സംസ്ഥാന സർക്കാർ വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഒഡീഷ സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഭുവനേശ്വറിലെ ഉദയഗിരി ഗുഹകൾ സന്ദർശിക്കും. ബ്രഹ്മി ലിപിയിൽ എഴുതിയ ശിലാലിഖിതങ്ങളാൽ പ്രശസ്തമാണ് ഉദയഗിരി ഗുഹകൾ. ഉത്കൽ സർവകലാശാലയിലും ഭിഭൂതി കനുംഗോ കോളേജിലെയും വിദ്യാർത്ഥികളുമായും രാഷ്ട്രപതി സംവദിക്കും. ഭുവനേശ്വറിലെ ഹരിതമാത ഗ്രാമത്തിലെ ബ്രഹ്മകുമാരി ഡിവൈൻ റിട്രീറ്റ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ശ്രീമതി മുർമു നിർവഹിക്കും. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര വീക്ഷിക്കാൻ രാഷ്ട്രപതി ഇന്നലെ എത്തിയിരുന്നു. ഒഡീഷയിൽ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രശസ്തമായ രഥയാത്ര ഇന്നും തുടരും. ആചാരപ്രകാരം ഇന്നലെ അസ്തമയത്തോടെ രഥയാത്ര നിർത്തിവച്ചിരുന്നു. ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി പുരിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 1971 ശേഷം ഇതാദ്യമായാണ് രഥയാത്ര 2 ദിവസമായി നടക്കുന്നത്. കൻവർ തീർത്ഥാടന യാത്രയിൽ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നത് തടഞ്ഞ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു. ശൂലം, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനാണ് നിരോധനം. ഈ മാസം 22 മുതൽ ഓഗസ്റ്റ് 19 വരെ നീളുന്ന യാത്ര കടന്നുപോകുന്ന റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കനത്ത മഴയിൽ മുംബൈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ട്രെയിൻ ഗതാഗതത്തെ അടക്കം വെള്ളക്കെട്ട് തടസ്സപ്പെടുത്തി. ഇന്നലെ രാത്രി 1 മണിക്കും രാവിലെ 7 മണിക്കുമിടയിൽ 300 മില്ലിമീറ്റർ വരെ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടത്. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അന്ധേരി, സാന്താക്രൂസ്, കുർല, മലഡ് തുടങ്ങിയ മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന് 36 വയസ്സ്. 1988 ജൂലൈ 8-നായിരുന്നു രാജ്യത്തെ നടുക്കിയ ദുരന്തം. ഐലന്റ് എക്സ്പ്രസ് ബോഗികൾ അഷ്ടമുടി കായലിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ 105 പേർ മരിക്കുകയും 200ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പെരുമൺ ദുരന്ത സ്മാരകത്തിൽ രാവിലെ നടന്ന അനുസ്മരണ പരിപാടിയിൽ മരിച്ചവരുടെ ബന്ധുക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. കോപ്പ അമേരിക്ക യൂറോ കപ്പ് സെമി മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. ബുധനാഴ്ച നടക്കുന്ന യൂറോ കപ്പിന്റെ ആദ്യ സെമിയിൽ സ്പെയിൻ ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടറിൽ ജർമ്മനിയെ കീഴടക്കിയാണ് സ്പെയിൻ സെമിയിലേക്ക് മുന്നേറിയത്. പോർച്ചുഗലിനെ തോൽപ്പിച്ചാണ് ഫ്രാൻസിന്റെ സെമി പ്രവേശനം. രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടും ഹോളണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. കോപ്പ അമേരിക്കയിൽ ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമിയിൽ അർജന്റീന കാനഡയെ നേരിടും. കൊളംബിയ, ഉറുഗ്വേ തമ്മിലാണ് രണ്ടാം മത്സരം. വിംബിൾഡൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസും ലോക 1-ാം നമ്പർ താരം ജാനിക് സിന്നറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ഫ്രഞ്ച് താരം ഉഗോ ഹുംബർട്ടിനെ 6-3, 6-4, 1-6, 7-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് അൽക്കാരസ് ക്വാർട്ടറിൽ കടന്നത്. അമേരിക്കൻ താരം ബെൻ ഷെൽട്ടനെയാണ് സിന്നർ പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസിൽ 7 തവണ കിരീടം നേടിയ നൊവാക് ജോക്കോവിച്ച് ഡാനിഷ് താരം ഹോൾഗർ റൂണയെ നേരിടും. വനിതാ സിംഗിൾസിൽ മുൻ ചാമ്പ്യൻ എലേന റിബാക്കിന അന്ന കലിൻസ്കയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകളെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് പ്രധാനമന്ത്രി. ജലജീവൻ പദ്ധതി ലക്ഷ്യം കൈവരിക്കാത്ത സാഹചര്യം ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നീറ്റ് യുജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഝാർഖണ്ഡ് നിയമസഭയിൽ ഹേമന്ത് സോറൻ സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. കേരളത്തിലെ പക്ഷിപ്പനിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സംഘം സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. കോപ്പ അമേരിക്ക യൂറോ കപ്പ് സെമി ഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.